നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിൽ സെക്കൻഡ് റൗണ്ടിൽ പ്രജ്ഞാനന്ദയും ഗൂഗേഷും ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേരിയേഷനിൽ നടന്ന ഒരു കളി പരിചയപ്പെടാം. D4, D5, C4, E6, Knight F3, Knight F6, G3. ഈ ഒരു പൊസിഷനിൽ സാധാരണ നൈറ്റ് C3 അല്ലെങ്കിൽ BF4 എന്നീ നീക്കങ്ങളൊക്കെയാണ് നടത്താറുള്ളത്. എന്നാൽ G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെ സുരക്ഷിതമാക്കുക എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് B4 പ്ലസ് നൈറ്റ് C3 എന്ന നീക്കത്തേക്കാൾ BD2 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷൻ വൈറ്റിന് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. D ക്രോസ് C4, ബിഷപ്പ് G2, ബ്ലാക്ക് കാസ്ലിംഗ്, വൈറ്റ് കാസ്ലിംഗ്. ഗുകേഷും പ്രജ്ഞാനന്ദയും എന്തും ചെയ്യാൻ ധൈര്യമുള്ള രണ്ട് കളിക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ബ്ലാക്കും വൈറ്റും കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുന്നു. നൈറ്റ് C6, A3, B4-ലിരിക്കുന്ന ബിഷപ്പിനെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. എന്നാൽ നൈറ്റ് E5 അല്ലെങ്കിൽ ബിഷപ്പ് F4 എന്ന നീക്കം നടത്താമായിരുന്നു. ബിഷപ്പ് E7, പോൺ E4, A6, ബിഷപ്പ് E3. വൈറ്റിൻ്റെ എല്ലാ കരുക്കളും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിച്ചു കഴിഞ്ഞു. ബ്ലാക്കിൻ്റെ C8-ലിരിക്കുന്ന ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് ചെറിയ താമസം നേരിടുന്നുണ്ട്. B5, C4-ലിരിക്കുന്ന പോണിന് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ E2 എന്ന നീക്കം നടത്തുമ്പോൾ റൂക്കുകൾ തമ്മിൽ കണക്റ്റ് ആകുന്നു. എന്നാൽ R1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിന് വളരെ മനോഹരമായ ഒരു ഓപ്പൺ ഫയൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് B7, റൂക്ക് D1, നൈറ്റ് A5, പോൺ D5. ഈ പൊസിഷനിൽ D5 എന്ന നീക്കത്തിന് പകരം നൈറ്റ് E5 എന്ന നീക്കം നടത്താമായിരുന്നു. E ക്രോസ് D5, പോൺ E5. വൈറ്റ് D5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കാതെ E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് F6-ൽ ഇരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുകയും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഒരു പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട പോണായതുകൊണ്ട് തന്നെ അതിനെ സേവ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. നൈറ്റ് E8, പോൺ E6. പോൺ E6 എന്ന നീക്കത്തിന് പകരം നൈറ്റ് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് F4 അല്ലെങ്കിൽ നൈറ്റ് F5 എന്നീ നീക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പോൺ F5, നൈറ്റ് E5, നൈറ്റ് F6, ക്യൂൻ C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് F5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ C6 എന്ന നീക്കത്തിന് പകരം പോൺ C5 എന്ന നീക്കം നടത്താമായിരുന്നു. പോൺ C5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ D5 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു. ക്യൂൻ ക്രോസ് F5, ക്യൂൻ D8, നൈറ്റ് F7 എന്ന നീക്കം നടത്തിയ സ്ഥിതിക്ക് ബ്ലാക്കിന് ഈ പൊസിഷനിൽ കുറച്ചുകൂടി നന്നായി കളിക്കാൻ കഴിയുന്നത് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ E6-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ച് F7-ലിരിക്കുന്ന റൂക്കിനെ വെട്ടിയെടുക്കുകയും ക്യൂൻ ഉപയോഗിച്ച് ആ പോണിനെ വെട്ടിയെടുക്കുന്ന സമയത്ത് E6-ലിരിക്കുന്ന പോണിൻ്റെ സമ്മർദ്ദം ബ്ലാക്കിന് ഉണ്ടാകാതെ കുറച്ചുകൂടി നന്നായി കളിക്കാമായിരുന്നു. ബിഷപ്പ് C8, റൂക്ക് FE1, നൈറ്റ് B7, ബിഷപ്പ് G5. BG5-ന് പകരം BD4 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ നൈറ്റിനെയും G7-ലിരിക്കുന്ന പോണിനെയും ഭാവിയിൽ ആക്രമിക്കാമായിരുന്നു. റൂക്ക് A7, ബിഷപ്പ് ക്രോസ് F6, ബിഷപ്പ് ക്രോസ് D5, C ക്രോസ് D5, നൈറ്റ് ക്രോസ് D5, ബിഷപ്പ് E7, ക്യൂൻ G4 എന്ന നീക്കത്തിന് പകരം നൈറ്റ് H6 എന്ന നീക്കം നടത്തി ഒരു ചെക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു പെർപ്പച്വൽ ചെക്ക് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. നൈറ്റ് D8, നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന നൈറ്റിനെയും E6-ലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുന്നു. നൈറ്റ് ക്രോസ് D8, ബിഷപ്പ് ക്രോസ് D8, ക്യൂൻ D4,
ക്യൂൻ D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് A7-ൽ ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് B7, റൂക്ക് E4. റൂക്ക് E4 എന്ന നീക്കം ചെറിയൊരു തെറ്റായ നീക്കമാണ്. കാരണം റൂക്ക് E2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ F2-ലിരിക്കുന്ന പോണിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംരക്ഷണം നൽകുവാൻ സാധിക്കുമായിരുന്നു. ആ ഒരു നീക്കം തെറ്റിയത് കൊണ്ടാണ് ബ്ലാക്കിന് ഈ ഗെയിം നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിച്ചത്. ബിഷപ്പ് F6, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ E3, ബിഷപ്പ് E7, പോൺ H4, ക്യൂൻ C6, പോൺ H5, ബിഷപ്പ് C5, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് E3-ലിരിക്കുന്ന ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ ഇരിക്കുന്ന സ്ക്വയറിൽ നിന്നും മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്ന സമയത്ത് F2-ലിരിക്കുന്ന പോണിന് ഒരാക്രമണം നേരിടേണ്ടി വരുന്നു. ക്യൂൻ G5, ബിഷപ്പ് ക്രോസ് E6, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് E6-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും D5-ൽ ഇരിക്കുന്ന നൈറ്റിന് ഒരാക്രമണം നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ H6, റൂക്ക് ക്രോസ് F2. ഈ പൊസിഷനിൽ വൈറ്റ് തോൽവി സമ്മതിച്ചു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.